ഡെലിവറി കഴിഞ്ഞിട്ട് നിങ്ങളുടെ വയറ് ഇതേപോലെയൊക്കെയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന വർക്കൗട്ട്സ് ആണ്. ഇത് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന വർക്കൗട്ട്സ് ചിലപ്പം നിങ്ങളുടെ ഈ വയറ് പിന്നെയും കൂടാൻ വേണ്ടി ചാൻസസ് ഉണ്ടാക്കും. എങ്ങനെയെന്നല്ലേ, ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് സെപ്പറേറ്റ് ആവും. ഇത് നമുക്ക് ഡയാസ്റ്റാറ്റിക് റെക്ടി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാക്കും. ഇതുള്ള സമയത്ത് നമ്മൾ ശരിക്കും ചെയ്യേണ്ട വർക്കൗട്ട്സ് നമ്മുടെ കോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കൗട്ട്സ് ആണ്. ഇവിടെ ഓവർ സ്ട്രെയിൻ ഒക്കെ കൊടുത്തിട്ടുള്ള വർക്കൗട്ട്സ് ചെയ്യുന്ന സമയത്ത് ഈ കണ്ടീഷൻ വേഴ്സ് ആവുകയും നമ്മളുടെ വയറ് പിന്നെയും കൂടാനുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ട വർക്കൗട്ട്സ് എങ്ങനത്തെ, ഈ ടൈമിൽ നിങ്ങൾ ക്രഞ്ചസ്, സിറ്റപ്സ്, ലെഗ് റേസ് അതല്ലെങ്കിൽ പ്ലാങ്ക് പോലത്തെ വർക്കൗട്ട്സ് ചെയ്യാൻ പാടില്ല. ഇത് നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാക്കുകയും നിങ്ങളുടെ വയറ് പിന്നെയും കൂടാനായിരിക്കും ചാൻസസ് ഉണ്ടാക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട വർക്കൗട്ട്സ് എങ്ങനത്തെ വെച്ചാൽ ലെഗ് സ്ലൈഡ്സ് ചെയ്യാം നിങ്ങൾക്ക്, അതേപോലെ തന്നെ ഹീൽ ടാപ്പ് ചെയ്യാം, ഗ്ലൂട്ട് ബ്രിഡ്ജ് ചെയ്യാം, ഇങ്ങനത്തെ വർക്കൗട്ട്സ് ഒക്കെ ചെയ്യാം. പോസ്റ്റ് പാർട്ടം പീരീഡിലാണെങ്കിൽ നമ്മുടെ പോസ്റ്റ് പാർട്ടം പ്ലാനിൽ ജോയിൻ ചെയ്യാൻ കമന്റ് ബോക്സിൽ യെസ് എന്ന് കമന്റ് ചെയ്യാം.